Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് റോയൽറ്റി അക്കൗണ്ട്സിലെ അക്കൗണ്ടിങ് പ്രൊസീജിയർ, ജേർണൽ എൻട്രീസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി റോയൽറ്റി അക്കൗണ്ട്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരാം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ അക്കൗണ്ടിങ് പ്രൊസീജിയർ നമുക്ക് നോക്കാം. Accounting procedure to be adopted by lessee and lessor vary with the terms and conditions in lease agreement. നമ്മൾ ലീസ് എഗ്രിമെന്റിൽ കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് നമുക്ക് മിനിമം റെന്റ് ക്ലോസ് ഉണ്ടോ, ക്ലോസ് ഇല്ലയോ, റീകൂപ്മെന്റ് എങ്ങനെയാണ് നടത്തുന്നത്, അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ജേർണൽ എൻട്രീസ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം. വെൻ ദർ ഈസ് നോ മിനിമം റെന്റ് ക്ലോസ് അവിടെ ഇല്ല. Only the actual royalty calculated on the base of output needs to be paid to the lessor. ഇപ്പോൾ മിനിമം റെന്റ് ക്ലോസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോർമലി നമ്മൾ എന്ത് ചെയ്യുക, റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഔട്ട്പുട്ടിന്റെ ബേസിലായിരിക്കും നമ്മൾ റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ റോയൽറ്റി നമ്മൾ ലെസ്സറിന് പേ ചെയ്യണം. ഇത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. മിനിമം റെന്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവിടെ ഷോർട്ട് വർക്കിങ്ങിൻ്റെ ഒക്കെ സിറ്റുവേഷൻ വരുന്നുള്ളൂ. The question of short working or its recoupment does not arise if the royalty agreement does not contain a clause of minimum rent. ഇപ്പോൾ മിനിമം റെന്റിന്റെ ഒരു ക്ലോസ് നമ്മൾ എഗ്രിമെന്റിൽ വെക്കുന്നേ ഇല്ലെങ്കിൽ നമുക്കവിടെ ഷോർട്ട് വർക്കിംഗ് ഇല്ല, റീകൂപ്മെന്റ് ഇല്ല. അപ്പം അതിൻ്റെ ഒന്നും അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ജേർണൽ എൻട്രിയിൽ ചെയ്യണ്ട. അതുകൊണ്ട് ആദ്യം നമുക്ക് മിനിമം റെന്റ് ക്ലോസ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസിൽ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആക്ച്വലി നമുക്ക് എക്സാമിന് വരുന്നത് റീകൂപ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു മിനിമം റെന്റ് ക്ലോസ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി ഈസിയർ ആയിരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ജേർണൽ എൻട്രി വരുന്നത് റോയൽറ്റി എമൗണ്ട് ഡ്യൂ ആവുമ്പോഴുള്ള എൻട്രി ആണ്. അപ്പൊ ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട എൻട്രി റോയൽറ്റി അക്കൗണ്ട് ടു ലെസ്സർ എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നെക്സ്റ്റ് ഫോർ ദ എമൗണ്ട് ഓഫ് റോയൽറ്റി പെയ്ഡ്. അപ്പോൾ റോയൽറ്റി പേ ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ലെസ്സർ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ആക്ച്വലി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രി തന്നെയാണ് ഇതിൽ. റോയൽറ്റി അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞൊരു എൻട്രി ആണ്. അപ്പോൾ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുവാണ്. ഡ്യൂ ആകുമ്പോൾ ഒന്നും പേ ചെയ്യുമ്പോൾ ഒന്നും എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് റോയൽറ്റി അക്കൗണ്ട് ടു ലെസ്സർ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലെസ്സർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ടു ലെസ്സർ ബൈ ലെസ്സർ എന്ന രീതിയിൽ അത് ക്യാൻസൽ ആവണം. ബേസിക്കലി നമ്മൾ എൻട്രി റോയൽറ്റി അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് ലെസ്സർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആ ലെസ്സർ അക്കൗണ്ടിലും കൂടി കാണിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ടു എൻട്രി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ എൻട്രി മനസ്സിലാവുന്നില്ല, റോയൽറ്റി അക്കൗണ്ട് ബാങ്ക് എന്ന് ആലോചിക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ലെസ്സറും കൂടി വേണമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ റോയൽറ്റി അക്കൗണ്ട് ടു ലെസ്സർ, അതേപോലെ തന്നെ ലെസ്സർ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് എഴുതാം. ഇനി മൂന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോയൽറ്റി നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ റോയൽറ്റി അക്കൗണ്ട് ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനുള്ള എൻട്രിയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് ഓർ ട്രേഡിംഗ് അക്കൗണ്ട് ടു റോയൽറ്റി. നമ്മളിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയില്ല അല്ലേ റോയൽറ്റി എഴുതുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ടു റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിലായാലും ട്രേഡിംഗ് അക്കൗണ്ടിലായാലും നമ്മൾ ടു റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ ഈ മൂന്ന് എൻട്രിയാ ബേസിക്കലി ഇതിനുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ വർഷവും എന്ത് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മൂന്ന് എൻട്രി മാത്രമേ ഉള്ളൂ. മൂന്ന് എൻട്രി ഓരോ വർഷവും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇത്ര പ്രൊഡക്ഷൻ എന്ന് പറയും. ഇപ്പം 5000 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 യൂണിറ്റ്സിന് മേലെ ഒരു യൂണിറ്റിന് 10 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5000 × 10 വെച്ചിട്ട് നമ്മൾ ഈ എൻട്രീസ് എഴുതണം. അതിൻ്റെ സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് നമുക്കിപ്പോൾ 6000 ആണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കുമല്ലോ ഓരോ വർഷം. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ 6000 എന്ന് പറയുകയാണെങ്കിൽ 6000 × 10 വെച്ചിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഈ സെയിം എൻട്രീസ്, ഇപ്പോൾ ഈ മൂന്ന് എൻട്രി നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ ബേസിക് ആയിട്ടുള്ള എൻട്രി വെച്ചിട്ടാണ് നമ്മൾ ഇനി മിനിമം റെന്റ് ക്ലോസ് വരുന്ന എൻട്രീസ് ഒക്കെ എഴുതേണ്ടത്. അപ്പോൾ ഇതിലാകെ രണ്ട് എൻട്രി നിങ്ങൾ പഠിച്ചാൽ മതി. റോയൽറ്റി ടു ബാങ്ക്, നോർമലി നമ്മൾ എക്സ്പെൻസ് പേ ചെയ്യുന്ന പോലെ റോയൽറ്റി ടു ബാങ്ക് ആലോചിക്കാം. അതിൽ ലെസ്സറും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആലോചിക്കാം. പിന്നെ എന്ത് ചെയ്യാം, നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എൻട്രി കാണിക്കുന്നതായിട്ട് എഴുതാം. ഇപ്പോൾ മൂന്ന് എൻട്രീസ് ആദ്യം പഠിച്ചു വെക്കാം.
The next situation എന്ന് പറഞ്ഞാൽ when there is minimum rent clause without the right of recoupment. റീകൂപ്മെന്റിന്റെ കാര്യം പറയാതെ റൈറ്റ് ഓഫ് റീകൂപ്മെന്റ് ഇല്ലാതെ ജസ്റ്റ് മിനിമം റെന്റ് ക്ലോസ് മാത്രം വെക്കുകയാണെങ്കിലുള്ള സിറ്റുവേഷൻ ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. when there is a minimum rent clause in the lease agreement, the lessor must have paid an amount equal to minimum rent even if the actual royalty does not reach the minimum rent. മിനിമം റെന്റ് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം റെന്റ് എന്തായാലും പേ ചെയ്യണം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും പേ ചെയ്യണം അല്ലേ. അപ്പൊ അതിൽ കൂടുതലാണ് നമ്മളെ റോയൽറ്റി വരുന്നുണ്ടെങ്കിൽ അത് പേ ചെയ്യാം. ഇനി അതിൽ കുറവാണ് നമ്മളെ റോയൽറ്റി വരുന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം റെന്റ് പേ ചെയ്യണം. അപ്പൊ മിനിമം റെന്റ് ആണ് ആ ലെസ്സർ റിസീവ് ചെയ്യുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള എമൗണ്ട്. അതിൽ കുറഞ്ഞ എമൗണ്ട് അയാൾ റിസീവ് ചെയ്യില്ല. അപ്പൊ അതിന് കുറഞ്ഞ എമൗണ്ട് നമുക്ക് റോയൽറ്റി വരുന്നെങ്കിൽ നമ്മൾ മിനിമം റെന്റ് ആണ് കൊടുക്കേണ്ടതെന്ന് അർത്ഥം. The excess of payment over the actual royalty is debited to an account called short working account. അപ്പോൾ നമ്മൾ ആക്ച്വൽ റോയൽറ്റിയും കൂടുതലാണ് നമ്മുടെ മിനിമം റെന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് മറ്റൊരു അക്കൗണ്ടിൽ കാണിക്കണം. However, if the lessee is not granted the right to recouping the short working in the future years, it should be written off by transferring it to the profit loss account of the period in which arises. അപ്പോൾ നമുക്ക് അവിടെ റീകൂപ്മെന്റ് ഉള്ള ഓപ്ഷൻ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലോസ് ആണ് അല്ലേ. നമുക്ക് ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തു. അപ്പൊ നമുക്ക് ശരിക്കും അതൊരു ലോസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ലോസ് എന്നുള്ള രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. മിനിമം റെന്റ് ക്ലോസ് ഉണ്ട്, പക്ഷെ റീകൂപ്മെന്റിന്റെ കേസ് വരുന്നില്ലെങ്കിൽ. അപ്പം അതിൽ തന്നെ നമുക്ക് രണ്ട് മെത്തേഡ് വരുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് മിനിമം റെന്റ് അക്കൗണ്ട്, മിനിമം റെന്റ് അക്കൗണ്ട് വരച്ചുകൊണ്ടുള്ള മെത്തേഡാണ്. രണ്ടാമത്തെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് മിനിമം റെന്റ് അക്കൗണ്ട്. നമ്മൾ നോർമലി ചെയ്യേണ്ടത് ഫസ്റ്റ് മെത്തേഡാണ്, വിത്ത് മിനിമം റെന്റ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ മെത്തേഡ് ജസ്റ്റ് പറഞ്ഞു തരാം, പക്ഷെ നമ്മൾ എക്സാമിനൊക്കെ ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റ് മെത്തേഡാണ്. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡ് നോക്കാം. അപ്പം അതിനകത്ത് നമ്മളൊരു മിനിമം റെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഫോർ എമൗണ്ട് ഓഫ് മിനിമം റെന്റ് പേയബിൾ, മിനിമം റെന്റ് ഡ്യൂ ആകുന്ന സമയത്തുള്ള എൻട്രി ആണ്. അപ്പം മിനിമം റെന്റ് ടു ലെസ്സർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോയൽറ്റി ടു ലെസ്സർ ഒരു എൻട്രി പഠിച്ചില്ലേ, അതിന് പകരം നമ്മൾ എഴുതുന്നത് മിനിമം റെന്റ് ടു ലെസ്സർ എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി ആണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച എൻട്രി ആലോചിക്കാം, റോയൽറ്റി ടു ലെസ്സർ, ലെസ്സർ ടു ബാങ്ക്. ആ എൻട്രി ഇവിടെ ഉണ്ട്, പക്ഷെ റോയൽറ്റിക്ക് പകരം നമ്മൾ മിനിമം റെന്റ് ടു ലെസ്സർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിൽ മൂന്നാമത്തെ എൻട്രി നോക്കാം, ലെസ്സർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ എൻട്രി ഉണ്ട്. അപ്പൊ ആ രണ്ട് എൻട്രി അവിടെ കിടപ്പുണ്ട്. പിന്നെ അതിന്റെ നടുവിലൊരു എൻട്രി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മിനിമം റെന്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്ന എൻട്രി ആണ്. ഇപ്പൊ മിനിമം റെന്റിന്റെ അകത്ത് റോയൽറ്റി കറക്റ്റ് എത്രയാണ്, അതുപോലെ ഷോർട്ട് വർക്കിംഗ് എത്രയാണ്, ഇതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇപ്പൊ റോയൽറ്റി ഇപ്പം മിനിമം റെന്റ് 1000 ആണ്, നമുക്ക് ആ വർഷം റോയൽറ്റി 200 വന്നുള്ളൂ, അപ്പം ബാക്കി 800 ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിനിമം റെന്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ നേരത്തെ പഠിച്ചത് അതേപോലെ തന്നെ ഓർത്ത് വെക്കാം. നേരത്തെ റോയൽറ്റി പറഞ്ഞതിന് പകരം നമ്മൾ മിനിമം റെന്റ് ആയിട്ട് കാണിക്കാം. മിനിമം റെന്റ് ടു ലെസ്സർ, ലെസ്സർ ടു ബാങ്ക് എന്നുള്ള എൻട്രി വേണം. ഈ രണ്ട് എൻട്രിയുടെ നടുവിൽ നമ്മൾ മിനിമം റെന്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു എൻട്രി വേണം. അപ്പൊ മിനിമം റെന്റ് ഡെബിറ്റിലുള്ളത് അല്ലേ. അപ്പൊ മിനിമം റെന്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ടു മിനിമം റെന്റ് എന്നുള്ള രീതിയിൽ കാണിക്കാം. എന്തൊക്കെയാണ് റോയൽറ്റി, ഷോർട്ട് വർക്കിംഗ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 എൻട്രീസ് വരുന്നത്. നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും വരാനുണ്ട്. അത് നമുക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ടിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡക്ഷൻ അക്കൗണ്ടോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടോ അതിനകത്ത് റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ടോ ട്രേഡിംഗ് അക്കൗണ്ട് ടു റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് നേരത്തെ പഠിച്ച എൻട്രി തന്നെ. ഇനി ഇവിടെ നമുക്ക് ഷോർട്ട് വർക്കിംഗും കൂടി ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പം നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി കാണിച്ചത് റോയൽറ്റി ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസ് സൈഡിൽ എന്തൊക്കെ കാണിക്കും, എക്സ്പെൻസസും ലോസസും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് അല്ലേ. അപ്പം ഈ ലോസ് എന്ന് പറഞ്ഞത് ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ അക്കൗണ്ടിലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് കാണിക്കുക. ലോസസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന അപ്പൊ എൻട്രി എന്തായിട്ട് വരും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എൻട്രി വരും. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് നോക്കാം. അപ്പോൾ സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് മിനിമം റെന്റ് അക്കൗണ്ട് വേണ്ട. അപ്പം മിനിമം റെന്റ് എന്നുള്ള എൻട്രി ഇല്ല, അതിന് പകരം നമുക്ക് രണ്ടാമത്തെ എൻട്രി മുതൽ അങ്ങ് തുടങ്ങാം. റോയൽറ്റി അക്കൗണ്ട്, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട്
ടു മിനിമം റെന്റിന് പകരം ടു ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ടു ലെസ്സർ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. എന്നിട്ട് രണ്ടാമത്തെ എൻട്രി സെയിം തന്നെ, ലെസ്സർ ടു ബാങ്ക് അല്ലെങ്കിൽ ലാൻഡ് ലോഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ എൻട്രി കാണിക്കാം. അപ്പോൾ അവിടെ മിനിമം റെന്റ് ഒഴിവാക്കാം. മിനിമം റെന്റ് ടു ലെസ്സർ എന്ന് പറഞ്ഞുള്ള എൻട്രി ഇല്ല, രണ്ടാമത്തെ എൻട്രി മുതൽ തുടങ്ങിയാൽ മതി. നമ്മൾ രണ്ടാമത്തെ എൻട്രിയിൽ റോയൽറ്റി ഷോർട്ട് വർക്കിംഗ് ടു മിനിമം റെന്റ് എന്ന് എഴുതിയതിന് പകരം ടു ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ടു ലെസ്സർ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. പിന്നെ നമ്മുടെ മൂന്നാമത്തെ എൻട്രി ഉണ്ടല്ലോ, നേരത്തെ പഠിച്ചാൽ മൂന്നാമത്തെ എൻട്രി അതങ്ങനെ തന്നെ എഴുതാം, ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ലെസ്സർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ലാസ്റ്റ് എൻട്രീസ് വരുന്നുണ്ടല്ലോ, അത് നമ്മൾ റോയൽറ്റി അക്കൗണ്ട് മീൻസ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്തേക്ക് റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് ഓർ ട്രേഡിംഗ് അക്കൗണ്ട് ടു റോയൽറ്റി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഷോർട്ട് വർക്കിംഗ് ഓൾറെഡി ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതും വരുന്നുണ്ട്, ഇപ്പോഴത്തെ എൻട്രിയിൽ നമ്മൾ ഷോർട്ട് വർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് നമ്മൾ എന്തായാലും ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റീകൂപ്മെന്റിന്റെ കേസാണ്. അപ്പൊ റീകൂപ്മെന്റ് കേസ് എന്താന്ന് നോക്കാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് റീകൂപ്മെന്റ് സിറ്റുവേഷൻ ആണ് നോക്കേണ്ടത്. വെൻ ദർ ഈസ് പ്രൊവിഷൻ ഫോർ റീകൂപ്മെന്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ the periodical balance in the short working account should be carried forward till they become irrecoverable as per the terms of agreement. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് അതിൻ്റെ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇഫ് ദേ ബിക്കം ഇർറിക്കവറബിൾ ആസ് പെർ ടേംസ് ഓഫ് എഗ്രിമെന്റ്. നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണ് ഇർറിക്കവറബിൾ ആവുന്നത് അതുവരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് വെച്ചാൽ അതുവരെ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ട. ദ എമൗണ്ട് ഓഫ് ഷോർട്ട് വർക്കിംഗ് ദാറ്റ് ബിക്കം ഇർറിക്കവറബിൾ ഷുഡ് ബി റിട്ടേൺ ഓഫ്. എപ്പോഴാണ് ഇറിക്കവറബിൾ ആവുന്നത് അപ്പോഴാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ബൈ ട്രാൻസ്ഫറിങ് ദ സെയിം ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ബിക്കംസ് ഇറിക്കവറബിൾ. അപ്പൊ എപ്പോഴാണ് ഇറിക്കവറബിൾ ആവുന്നത് ആ ഇയറിലാണ് നമുക്കത് എന്ത് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതുവരെ നമ്മളത് ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. എത്രത്തോളം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. The following are the journal entries to be passed when the actual royalty is greater than minimum rent and short working is recovered. അപ്പോൾ നമുക്ക് മിനിമം റെന്റ് ആക്ച്വൽ റോയൽറ്റിനെക്കാട്ട് കൂടുതൽ എന്ന് വെച്ചാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ അവിടെ പൈസ ഉണ്ടാകുന്ന സമയത്ത് ജേർണൽ എൻട്രി മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഷോർട്ട് വർക്കിംഗ് വരുമ്പോൾ ഷോർട്ട് വർക്കിങ്ങിന്റെ എൻട്രി ഒക്കെ ആയിട്ട് എഴുതണം. അതിന് ആ ഷോർട്ട് വർക്കിംഗ് റിക്കവർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ എൻട്രി പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ എൻട്രി മാത്രമല്ല എഴുതേണ്ടതെന്ന് അല്ല കേട്ടോ. അപ്പം ബാക്കി എൻട്രീസ് എഴുതാം. റിക്കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ് എന്ന് വെച്ചാൽ നമുക്ക് മിനിമം റെന്റിനെ കാട്ടി കൂടുതൽ നമ്മൾ പ്രൊഡക്ഷൻ കൂടുവാണ്, കൂടുതൽ റോയൽറ്റി വരുവാണ്. അപ്പൊ മിനിമം റെന്റിനെ കാട്ടി കൂടുതലാണ് റോയൽറ്റി വരുന്നത്. അതിൽ കുറയുമ്പോൾ ഷോർട്ട് വർക്കിംഗ് വരുന്നുണ്ടല്ലോ, അതുപോലെ അതിൽ കൂടുതലാകുമ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ നമ്മൾ റോയൽറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അത് റൈറ്റ് ഓഫ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സിറ്റുവേഷനിലെ എൻട്രീസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോർമലി എന്ത് ചെയ്യാം, റോയൽറ്റി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റോയൽറ്റി ടു ലാൻഡ് ലോഡ് അല്ലെങ്കിൽ റോയൽറ്റി ടു നമ്മുടെ ലെസ്സർ ഏതാണ് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ലാൻഡ് ലോഡിന് എഴുതാം, ലെസ്സറിന് എഴുതാം, നോ ഇഷ്യൂസ്. എങ്ങനെ നമുക്ക് തോന്നുന്നില്ല, രണ്ട് എഴുതി കഴിഞ്ഞാലും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ എൻട്രി നമ്മൾ എഴുതി റോയൽറ്റി ടു ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇനി അത് ഡ്യൂ ആവുന്ന സമയത്ത് ഇനി ആ പൈസ നമ്മൾ ലാൻഡ് ലോഡിന് കൊടുക്കുമ്പോൾ നോർമലി നമ്മൾ എഴുതുന്ന ലാൻഡ് ലോഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ എഴുതാറല്ലേ. പക്ഷെ ഇവിടെ ലാൻഡ് ലോഡ് ടു ബാങ്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട് നമ്മൾ ലാൻഡ് ലോഡിന് കൊടുക്കുന്നില്ല, കുറച്ച് നമ്മൾ ഷോർട്ട് വർക്കിങ്ങിൽ റീകൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ഡ്യൂ ആയ റോയൽറ്റി കംപ്ലീറ്റ് എഴുതാം. എന്നിട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാൻഡ് ലോഡിന് കൊടുക്കുന്ന എമൗണ്ട് മാത്രം എഴുതാം. ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് വർക്കിംഗ് എത്രയാണോ റീകൂപ്പ് ചെയ്യുന്നത് അത് എഴുതാം. ഇപ്പൊ നമ്മൾ ലാൻഡ് ലോഡിന് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ റോയൽറ്റി 50,000 ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ശരിക്കും മിനിമം റെന്റ് 20,000 ആണ്. അപ്പൊ 30,000 നമുക്ക് എക്സ്ട്രാ പൈസ അവിടെ ഉണ്ട്. നമ്മൾ മുന്നേ നമുക്ക് വന്നിരിക്കുന്ന ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ 20,000 ഉണ്ടെങ്കിൽ ആ 20,000 നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ബാക്കി എമൗണ്ട് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ് ലോണിന് പേ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് 50,000 ആണ് നമുക്ക് റോയൽറ്റി ഡ്യൂ ആയിരിക്കുന്നത്. ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് 30,000ഉം അതേപോലെ തന്നെ ലാൻഡ് ലോഡിന് ശരിക്കും മിനിമം റെന്റ് 20 ആണെങ്കിൽ ബാങ്കിൽ 20, ഷോർട്ട് വർക്കിംഗ് 30 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം. അപ്പൊ എത്രയാണ് എമൗണ്ട് അതിനനുസരിച്ച് ലാൻഡ് ലോഡിന് എത്ര കൊടുക്കുന്നത്, ഷോർട്ട് വർക്കിംഗ് എത്രയാണോ കൊടുക്കുന്നത് അതെങ്ങനെ എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ എൻട്രി പോലെ തന്നെ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ടു ബാങ്കിനും
അതേപോലെ ടു ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് കാണിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ റോയൽറ്റി അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ട്. ഷോർട്ട് വർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ എൻട്രി കാണിക്കേണ്ട. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് ഇങ്ങനെ ഈ സിറ്റുവേഷൻ റീകൂപ്മെന്റ് വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എൻട്രി എപ്പോഴാണ് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീകൂപ്മെന്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് നമ്മുടെ കയ്യിൽ ഷോർട്ട് വർക്കിംഗ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുള്ളൂ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. അപ്പം മാത്രമേ നമ്മൾ ആ എൻട്രി എഴുതുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് റോയൽറ്റി അക്കൗണ്ടിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ്, എന്ന് വെച്ചാൽ ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ജേർണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്ത ഒന്നാമത്തേത് നമ്മൾ മിനിമം റെന്റ് ക്ലോസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു. മിനിമം റെന്റ് ക്ലോസ് ഒന്നും വരുന്നില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 3 എൻട്രിയിൽ നമുക്ക് തീരും. എല്ലാ വർഷവും 3 എൻട്രി റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി മിനിമം റെന്റ് ക്ലോസ് വരുവാണെങ്കിൽ അവിടെ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് മെത്തേഡ്, അതിൽ മിനിമം റെന്റ് അക്കൗണ്ട് വരുന്നത്. പിന്നെ സെക്കൻഡ് മെത്തേഡ് വരുന്നുണ്ട്, അതിൽ മിനിമം റെന്റ് അക്കൗണ്ട് വരാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ 2 ട്രീറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ റീകൂപ്മെന്റ് സിറ്റുവേഷൻ വരുമ്പം എങ്ങനെ എൻട്രി എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.